നറൂട്ടോ കണ്ട എല്ലാവർക്കും മനസ്സിലാവും നൈൻ ടെയിൽ ഫോക്സ് ആരാന്ന്. പക്ഷേ അതിൻ്റെ യഥാർത്ഥ കഥ എന്താണെന്ന് നിങ്ങൾക്കറിയോ? ജപ്പാനിൽ ഇതിനെ കിറ്റ്സുനെ എന്ന് പറയുന്നു. ഓരോ 100 വർഷം താണ്ടുമ്പോഴും അതിന് അടുത്ത വാല് മുളയ്ക്കും. ആ പുതിയ വാല് മുളയ്ക്കുമ്പോൾ അതിന് പുതിയ ശക്തികളാണ് അൺലോക്കായി വരുന്നത്. അങ്ങനെ അത് 1000 വർഷം ജീവിച്ചാൽ അതിന് 9 വാലുകൾ ഉണ്ടാകും. ജപ്പാനീസിൽ ഇതിനെ കിബുനി കിറ്റ്സുനെ എന്ന് പറയുന്നു. പക്ഷേ പുറത്തൊക്കെ ഇതിനെ നൈൻ ടെയിൽ ഫോക്സ് എന്ന് പറയുന്നു. ഈ കുറുക്കന് അങ്ങ് ഹെവനിലടക്കം പോയി വരാനുള്ള ശക്തി ഉണ്ടത്രേ. ഈ കുറുക്കന്മാരെ നമുക്ക് രണ്ടായിട്ട് തിരിക്കാം. ഒന്ന് സെൻകോ, 2 യാൻകോ. ഈ സെൻകോ എന്ന കുറുക്കൻ വളരെ നല്ലവനാണ്. അത് ക്ഷേത്രത്തിന് പുറത്ത് മക്കളെ സംരക്ഷിക്കാനായിരിക്കുന്നു. അതേപോലെ തന്നെ യാൻകോ, അത് പൊട്ടാന്നൊന്നും പറയാൻ പറ്റില്ല, പക്ഷെ അത് അതിൻ്റെ ഇഷ്ടപ്രകാരമാണ് പ്രവർത്തിക്കുക. ഈ യാൻകോ എന്ന കുറുക്കൻ ഒരു പെണ്ണിൻ്റെ വേഷം ധരിച്ച് ഒരു പുരുഷനെ വിവാഹം കഴിച്ച് അതങ്ങനെ തന്നെ അതിൻ്റെ ഫാമിലി റണ്ണ് ചെയ്യുന്നു. ഈ കുറുക്കന്മാർക്കൊക്കെ നായക്കളെ പേടിയാണ്. അതെപ്പോഴെങ്കിലും ഒരു നായെ തൻ്റെ മുമ്പിൽ കാണുകയാണെങ്കിൽ അത് അതിൻ്റെ യഥാർത്ഥ രൂപത്തിലോട്ട് മാറുന്നു. ഈ നൈൻ ടെയിൽ ഫോക്സ് ഇൻസ്പയർ ചെയ്തിട്ടാണ് നറൂട്ടോയിൽ കുറാമയെ ക്രിയേറ്റ് ചെയ്തിരിക്കുന്നത്. നിങ്ങൾ ഈ കുറുക്കനെ വേറെ ഏതെങ്കിലും മൂവിയിലോ സീരീസിലോ കണ്ടിട്ടുണ്ടെങ്കിൽ താഴെ അത് കമൻറ്റ് ചെയ്യൂ.